കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സങ്കീർത്തനം 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈ 13-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ 13-ാം സങ്കീർത്തനം. ഈ 13-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ പലവിധമായ അവസ്ഥകളിലൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ, മരണം അഭിമുഖമായി കാണുമ്പോഴും അവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ആപത്തുകൾ കടന്നു വരുന്നുണ്ട്, പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരുന്നുണ്ട്, മരണം വരെയും എൻ്റെ ജീവിതത്തിനകത്തൂടെ കടന്നു വരുന്നുണ്ട്. എന്നാൽ എൻ്റെ കർത്താവായ ദൈവം എന്നെ ഒന്ന് കാക്കുമാറാകണമേ, എന്നെ ഒന്ന് എന്നെ കാക്കുമാറാകണമേ എന്നിവിടെ ദാവീദ് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് പറയട്ടെ ദൈവ പൈതലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമെന്ന മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, പല പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുമ്പോൾ, പല ആക്സിഡന്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതൊക്കെ നമ്മൾ മരണകരമായ അഭിമുഖീകരിക്കുമ്പോൾ, സ്വർഗീയ പിതാവായ ദൈവം നിന്റെ പ്രാണനെ കാക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവമേ, ഞാൻ ജീവിതത്തിൽ യാത്രകളിലൂടെ ആയിരിക്കുമ്പോഴും ഭവനത്തിൽ ആയിരിക്കുമ്പോഴും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും ഒക്കെയും സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് തരുമാറാകണമേ എന്ന് ജീവിതത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായി നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അപ്പോൾ ആ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഇവിടെ മരണകരമായ അവസ്ഥകളിലൂടെയാണ് ദാവീദിനെ കർത്താവായ യഹോവയായ ദൈവം വിടുവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. അപ്പോൾ മൂഢമായി നിന്റെ കണ്ണുകളെ മൂടിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്നെ അന്ധനാക്കിക്കൊണ്ട് മരണത്തിലേക്ക് നീക്കുപോക്കിടുവാൻ തക്കവണ്ണം ദുഷ്ടനാകുന്ന പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ, സ്വർഗീയ പിതാവായ ദൈവം ഹല്ലേലൂയ നിന്റെ ഇടയിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവായ ദൈവമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മരണനിദ്ര വന്നാലും എൻ്റെ കണ്ണൊന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അന്ധത മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദാവീദിന്റെ അന്ധത മാറ്റിയതുപോലെ, ഹല്ലേലൂയ, ദാവീദിന് എതിരെ വന്നത് എല്ലാം പ്രതികൂലത്തെ ദൈവം തട്ടിമാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലത്തെ തട്ടിമാറ്റുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെയാണ് കർത്താവായ ദൈവം ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ കടന്നു വരുന്നാലും യഹോവയായ ദൈവം നമുക്ക് തുണയായി നിൽക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പറ, കർത്താവായ ദൈവമേ, എന്നെ കാക്കുമാറാകണമേ. ഏത് അനർത്ഥങ്ങൾ വന്നാലും, ഏത് അവസ്ഥകൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കർത്താവേ, എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇവിടെ ദൈവം ദാവീദിനെ വെടിവെച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, നമ്മെയും വിടുവിക്കുവാൻ, നമ്മെയും സംരക്ഷിക്കുവാൻ നമുക്ക് ഹല്ലേലൂയ ഒരു കരുതലിന് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ നമ്മുടെ ഇടയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്.
അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമുക്ക് വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാം. നിന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം മറക്കുകയില്ല. ഹല്ലേലൂയ. മനുഷ്യൻ മറന്നാലും, മാതാപിതാക്കൾ മറന്നാലും, സ്വന്തം സഹോദരികൾ മറന്നാലും എൻ്റെ ദൈവം മറക്കാത്ത ഒരു കർത്താവായ ദൈവമാണ്. ആ കർത്താവായ ദൈവം വിടുതൽ തരുന്ന ദൈവമാണ്. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.